കോട്ടയം മണിമല അപകടവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി എംപിയുടെ മകൻ കെ എം മാണി ജൂനിയറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അശ്രദ്ധമായി വാഹനമോടിച്ച് ജീവഹാനി വരുത്തിയെന്ന കേസിലാണ് നടപടി. ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് കെ എം മാണി ജൂനിയർ സഞ്ചരിച്ച ഇന്നോവയുടെ പിന്നിൽ ബൈക്കിടിച്ച് സഹോദരങ്ങളായ യുവാക്കൾ മരിച്ചത്. മണിമല പതാലിപ്ലാവ് കുന്നുംപുറത്ത് താഴെ മാത്യു ജോൺ, ജിൻസ് ജോൺ എന്നിവരാണ് മരിച്ചത്. അതേസമയം കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. നിയന്ത്രണം തെറ്റിയ കാർ ഒന്നിലധികം തവണ കറങ്ങിയാണ് സ്കൂട്ടറിലിടിച്ചതെന്നും ദൃക്സാക്ഷി പറഞ്ഞു. ഈ വണ്ടി പോയി ഇവിടെ ആയപ്പോഴത്തേന് ഈ വണ്ടി ഒന്ന് ഇങ്ങനെ പാളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ വണ്ടി വട്ടം കറങ്ങി ആ പോസ്റ്റിൻ്റെ അവിടെ വരെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി അവിടെ വരെ പോയി. ഈ വട്ടം കറങ്ങുന്നതിന് ആ സമയത്താണ് ഈ പിള്ളേർ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇടിച്ച് ഈ പിള്ളേർ ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും കിടക്കുകയായിരുന്നു. എന്നിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വന്ന് ആ കാറ് മറ്റേ ഇന്നോവയുടെ ആരാ ഓടിച്ചതെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് ഒരു കൊച്ചു പയ്യനാണ്. അവൻ പറഞ്ഞു, ചേട്ടാ പാളിപ്പോയി, വണ്ടി സ്ലിപ്പായി പോയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോനെ ഇത് മഴ പെയ്ത് കിടക്കുന്നതല്ലേ, ഇത്രയും സ്പീഡിൽ ആണോ വണ്ടി ഓടിക്കുന്നത്, കണ്ട് ഇവർ ഇത്ര ഇതായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിന് മറ്റേ ജോസ് കെ മാണിയുടെ മോൻ്റെ അളിയൻ്റെ അപ്പൻ ഇവിടെ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനെ പറഞ്ഞു, ഇത് നമ്മുടെ കുര്യൻ്റെ അളിയനാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോസ് കെ മാണിയുടെ മോനാണെന്ന്. പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ രണ്ടുപേരും അന്നേരം തന്നെ ബോധം പോയിട്ട് ഒരു കൈയും കാലും മുഴുവൻ ഒടിഞ്ഞു പോയി. എല്ലാം തൂങ്ങി കിടക്കുമായിരുന്നു. എടുത്തിട്ട് ഒന്ന് എല്ലാം വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അമിതവേഗമാണ്, നല്ല സ്പീഡിലായിരുന്നു. അത് ചവിട്ടിയിട്ട് കിട്ടിയില്ല. അതായത് ആ വണ്ടി ചവിട്ടി വട്ടം കറങ്ങി അവിടം വരെ 3 വട്ടം കറങ്ങി 4 വട്ടം കറങ്ങി അവിടെ വരെ, ഇത്രയും ദൂരം പോയി വട്ടം കറങ്ങി. വെറും കള്ളത്തരവാണ്. അതായത് മറ്റേ ആ വണ്ടി ഇന്നോവ അവിടുന്ന് മേളിൽ നിന്ന് വരുമായിരുന്നു, മറ്റേ ബൈക്ക് അവിടുന്ന് വരുമായിരുന്നു. അവർ എങ്ങാണ്ട് അവരുടെ കറുകച്ചാലിനെങ്ങാണ്ട് അവരുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയിട്ട് അവർ തന്നെ ഈ അരിയൊക്കെ അവിടുന്ന് അവരുടെ വീട്ടുകാർ കൊടുത്തു വിട്ടാ. അവിടുന്ന് അത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഈ വണ്ടി ഈ സ്പീഡിലാണ് വട്ടം കറങ്ങി അടിച്ച് അവരെ കളയുമായിരുന്നു.